പറഞ്ഞല്ലോ വില്ലേജിൽ നിന്ന് താങ്കൾക്കെതിരെ ഒരു സ്ത്രീ താങ്കൾ ആ സ്ത്രീയെ പീഡിപ്പിച്ചെന്ന് പറഞ്ഞു പരാതി കൊടുത്തു. താങ്കളെ സ്ത്രീ പീഡിപ്പിച്ചോണ്ടും താങ്കളെ വിളിച്ചു ചോദിച്ചിട്ടാണോ പരാതി? താങ്കളെ പോയിട്ട് അറസ്റ്റ് ചെയ്യുക ആദ്യം. അറസ്റ്റ് ചെയ്തിട്ട് താങ്കൾ 14 ദിവസം കേക്കൂ. അത് കഴിഞ്ഞ് താങ്കളുടെ പേരിൽ ഒരു സ്ത്രീ പരാതി കൊടുത്തു. താങ്കൾ പീഡിപ്പിച്ചു. താങ്കളെ കേൾക്കില്ല. എന്ത് ചെയ്യും? താങ്കളുടെ ലൈവ് ലൊക്കേഷൻ ഇട്ട് താങ്കളെ പോലീസ് സ്റ്റേഷൻ കൊണ്ട് അറസ്റ്റ് ചെയ്യും. അറസ്റ്റ് ചെയ്തതിനു ശേഷം 14 ദിവസം റിമാൻഡ് ചെയ്യും. അതിനുശേഷം താങ്കൾ ട്രയൽ കൊല്ലങ്ങൾക്ക് ശേഷം, അതായത് 5 or 6 വർഷങ്ങൾക്ക് ശേഷം താങ്കൾ നിരപരാധിയാണെന്ന് തുടങ്ങി. ആ താങ്കൾ അനുഭവിച്ച മെന്റൽ അഗണി, താങ്കൾക്കുണ്ടായ ഡിഗ്നിറ്റി, താങ്കൾക്ക് ഫാമിലിക്ക് ഉണ്ടായ പ്രശ്നങ്ങൾ, ഇതൊക്കെ നമുക്ക് തരണം ചെയ്യാൻ പറ്റുമല്ലോ? ഇതൊരു മർഡർ കേസിൽ ഉണ്ടാവില്ലേ? ഫസ്റ്റ് മരണം നടന്നിട്ടുണ്ടോ സ്ഥിരീകരിക്കും. ദുരൂഹമായ സാഹചര്യത്തിലാണ് നടന്നത്. ഇങ്ങനെയുള്ള ഇൻവെസ്റ്റിഗേഷൻ എല്ലാം കഴിഞ്ഞിട്ടാണ് ആളെ അറസ്റ്റ് ചെയ്യുന്നത്. അല്ലാതെ പീഡന കേസിലെ പോലെ പെണ്ണ് പോയി പരാതി കൊടുത്ത ഉടനെ ആളെ തൂക്കിയെടുത്ത് അകത്തുന്ന പരിപാടിയില്ല. ട്രയലിൽ താങ്കൾ പറഞ്ഞ പോലെ ഒരു നോട്ട്ബുക്കിൽ വെറുതെ എഴുതി വെച്ചതല്ല മൗലികാവകാശം. ഡോക്ടർ അംബേദ്കർ എഴുതി വെച്ചിട്ടുള്ളതാണ്. അത് വോട്ടവകാശമുള്ള സ്ത്രീക്കും പുരുഷനും അവകാശമുള്ളതാണ്. സ്ത്രീയും പുരുഷനും തുല്യ അവകാശമുള്ളവരാണ്. പിന്നെ 1961 മുതൽ നമുക്ക് ഈ കാലഘട്ടം വരെ 13-ൽ കൂടുതൽ നിയമങ്ങൾ നമുക്ക് വന്നു. ആ സമയത്ത് നമ്മളുടെ ഏറ്റവും വലിയ കാര്യം എന്താണ്? സ്ത്രീയും പുരുഷനും കൂടിയതാണ് ഒരു സമൂഹത്തിലെ ഒരു കുടുംബം. ആ കുടുംബ വ്യവസ്ഥ, നാടോടികൾക്ക് വോട്ടില്ല. ഒരു കുടുംബത്തിൽ നിന്നാണ് വോട്ട് വരുന്നത്. ആ വോട്ടർമാരുടെ ഒരു സ്ഥാനമാണ് പാർലമെന്റ്. ആ നിയമനിർമ്മാണത്തില് പുരുഷന് നിയമമില്ല എന്നുള്ളതല്ല, പുരുഷൻ നിയമമുണ്ട്. നിയമ സംവിധാനം അകലെ നിൽക്കുകയാണ്. സ്ത്രീക്കും പുരുഷനും നിയമത്തിൽ ജെൻഡർ ഈക്വാലിറ്റി ഉണ്ട്. അതൊന്നും കട്ട് ചെയ്തിട്ടൊന്നുമല്ല ക്ലോസ് 3 കൊടുത്തിരിക്കുന്നത്. അത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടതുണ്ട്. പിന്നെ സ്ത്രീ നിയമങ്ങൾ ദുരുപയോഗപ്പെടുത്തുന്നുള്ളതാണ് ഏറ്റവും വലിയ വിഷയം. ഒപ്പം എല്ലാ നിയമങ്ങളും ദുരുപയോഗപ്പെടുത്തുന്നുണ്ട്. സ്ത്രീകളുടെ കാര്യത്തിൽ മാത്രമേ ഈ പ്രശ്നം മാത്രമല്ല, സ്ത്രീയും പുരുഷനും. ഞങ്ങൾ സ്ത്രീക്കും ഗവൺമെന്റ് തന്നെ മിസ്യൂസ് ചെയ്യുന്ന ഏറ്റവും വലിയ ലോസ് ഉണ്ട്. കയ്യിൽ ഗൂഗിൾ ഉണ്ടല്ലോ, ഒന്നടിച്ചു നോക്ക്. ഇതിന്റെ പിന്നിലൊരു ലോബിയാണ്. ഈ സ്ത്രീയുടെ നിയമം വെച്ച് മിസ്യൂസ് ചെയ്യുന്ന ഒരു ലോബി തന്നെയാണ്. അല്ലാതെ സ്ത്രീ അല്ല പ്രശ്നം. പുരുഷന്മാരുണ്ടോ?